ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമന്നാരായണീയം ദശകം 70 ശ്ലോകം 1-2-3. ഇതി ത്വയി രസാകുലം രമിതവല്ലഭേ വല്ലവാഭിപുരമംബികാകമിതുരംബികാകാനനേ സമേത്യ ഭവതാ സമം നിശി നിഷേവ്യ ദിവ്യോത്സവം സുഖം സുഷുപരഗ്രസീദ്രജപമുഗ്രനാഗസ്തദാ സമുന്മുഖമധോന്മുഖൈരഭിഹതേപി തസ്മിൻ ബലാത് അമുഞ്ചതി ഭവത്പദേ ന്യപതി പാഹി പാഹീതി തൈഃ തദാ ഖലു പദാ ഭവാൻ സമുപഗമ്യ പസ്പർശതം ബഭൗ സച നിജാം തനും സമുപസാദ്യ വൈദ്യാധരീം. സുദർശനധര പ്രഭോ നനു സുദർശനാഖ്യോസ്മ്യഹം മുനീൻ ക്വചിതുപാഹസം ത ഇഹ മാം വ്യഥുർവാഹസം ഭവത്പദസമർപ്പണാദമലതാം ഗതോസ്മീത്യസൗ സ്തുവൻ നിജപദം യയോ വ്രജപദം ച ഗോപാമുദാ. ഇതി ത്വയി രസ ആകുലം രമിതവല്ലഭേ വല്ലഭാഃ കദാപി പുരം അംബികാ കാമിതുഃ അംബികാകാനനേ സമേത്യ ഭവതാ സമം നിശി നിഷേവ്യ ദിവ്യ ഉത്സവം സുഖം സുഷുപുഃ അഗ്രസീത് വ്രജപം ഉഗ്രനാഗഃ തദാ സമുന്മുഖം അഥ ഉൽമുഖൈഃ അഭിഹതേ അപി തസ്മിൻ ബലാത് അമുഞ്ചതി ഭവത് പദേ ന്യപതി പാഹി പാഹി ഇതി തൈഃ തദാ ഖലു പദാ ഭവൻ സമുപഗമ്യ പസ്പർശം തം ബഭൗ സ ച നിജാം തനും സമുപസാദ്യ വൈദ്യധരീം. സുദർശനധര പ്രഭോ നനു സുദർശന ആഖ്യ തസ്മി അസ്മി അഹം മുനീൻ ക്വചിത് ഉപാഹസം തേ ഇഹ മാം വ്യഥുഃ വാഹസം ഭവത്പദ സമർപ്പണാത് അമലതാം ഗതഃ അസ്മി ഇതി അസൗ സ്തുവൻ നിജപദം യയൗ വ്രജപദം ച ഗോപാമുദാ. പദങ്ങൾ. ഹരേ കൃഷ്ണ. இந்த 70வது ദശകത്തില് 3 കഥകളെ ചേർത്ത് ചൊല്ലറ ഭട്ടതിരി സുദർശനനുക്ക് ശാപമോക്ഷം, ശംഖചൂടനുക്ക് മോക്ഷം, അരിഷ്ടനുക്ക് മോക്ഷം. 3 പേരോട് മോക്ഷത്തെയും ചേർത്ത് ഒരേ ദശകത്തില് ചൊല്ലൂടർ. ഇതി ത്വയി രസാകുലം രമിതവല്ലഭേ വല്ലവാഹ. ഇപ്പോൾ പോന 5 ദശകങ്ങളിലായിട്ട് മഹാരാസൻ ചൊന്നാൽ ഇപ്പടി ഭഗവാൻ ഗോപികൾക്ക് പ്രിയതമകൾക്ക് രമിതവല്ലഭേ പ്രിയതമികള ரொம்ப രസാകുലം ரொம்ப அழகா രസത്തോட രമിച്ചാൽ அப்படி இருந்த സമയത്തിൽ കദാപി അംബികാകാനനെ അംബികാകമിതുഃ പുരം ഭവത. ഒരിക്ക ഗോപന്മാരെല്ലാം അംബികാവനത്തില് വൃന്ദാവനം മാതിരി പക്കത്തിൽ ഇന്നൊന്ന് അംബികാവനം. அந்த അംബികാവനത്തില് ശിവൻ കോവിൽ ഇരിക്ക്. அந்த ശിവൻ കോവില് ഭഗവാനൻ എല്ലാ ഗോപന്മാരുമാ ചേർന്ന് സമം സമയത്ത് എല്ലാരുമാ ചേർന്ന് ദിവ്യോത്സവം നിഷേവ്യ அங்க உற்சவமா இருந்தது. அந்த சமயத்துல நிஷி சுகம் சுஷுபுகு ததா உக்ரநாகः വ്രജപം ആസീത്. அங்க ராத்திரி உற்சவம் எல்லாம் முடிஞ்சு அங்க படுத்து தூங்கிட்டு இருந்தா அந்த சமயத்துல பெரிய ஒரு பெரும்பாம்பு வந்து அந்த நந்தகோபரை முழுங்க ஆரம்பிச்சது.
അഥ അസ്മിൻ ബലാത് സമുന്മുഖം ഉൽമുഖൈഹി അഭിഹിതേ അഭി. ഇപ്പൊ ഗോപന്മാരെല്ലാം ഏഞ്ചെന്താ എന്നിട്ട് അങ്ങ് രാത്രി ആണെന്നാല് തീപ്പന്തമെല്ലാം വെച്ചിരുന്ന തീപ്പന്തത്തെല്ലാം വെച്ച് அந்த സർപ്പത്തെ അടിക്കറ, പെരുമ്പാമ്പ് അടിക്കറ. அப்படி இருந்தும் அமுஞ்சதி அது விடலை, அப்படியே திருப்பி திருப்பி முழுங்கிருந்தது. தைஹி பாஹி பாஹி இதி ഭവത് പദേ ന്യപതി. அப்போ எல்லாருமா வந்து கிருஷ்ணர்கிட்ட வந்து காலை பிடிக்கிறா, எப்படியோ രക്ഷപ്പെടുത്തണം, എന്താ നന്ദഗോപുര இந்த மாதிரி പാമ്പ് പെരുമ്പാമ്പ് മുഴുങ്ങരുത് ചൊല്ലി. തഥാ ഖലു ഭവാൻ സമുപഗമ്യ. അപ്പോൾ ഭഗവാൻ ഉടനെ അങ്ങ് പോറാ കൃഷ്ണൻ. പദാ തം സ്പസ്പർശ, തന്നോട് കാലാലമുള്ള എന്താ പാമ്പ് ഒന്ന് ടച്ച് പണ്ണിനാൽ അത്ര സ്പർശ. സഹ നിജാം വൈദ്യധരീം തനും സമുപസാദ്യ ബഭൗച്ച. ഉടനെ அந்த പാമ്പ് அந்த രൂപത്തിലേന്ത് മാറി, அந்த പാമ്പോട് രൂപത്തിലേന്ത് മാറി ഒരു നല്ല വിദ്യാധരനായിട്ട് മാറിയിട്ട്. വിദ്യാധരനൊക്കെ പോന ജന്മത്തിലുള്ള ശാപമാക്കും പെരുമ്പാമ്പാ പോട്ടും அப்படின்னு. അപ്പോൾ அந்த ശാപമോക്ഷം இந்த ത്രേതായുഗത്തിൽ ഭഗവാൻ വിഷ്ണുവെ കൃഷ്ണന അവതരിച്ച് അവരോട് കാൽപാദം പടർത്തിയവനക്ക് ശാപം കിടക്കും, ശാപമോക്ഷം കിടക്കും. അത് വിദ്യാധരനോട് ശാപകഥയൊക്കെ അടുത്തതിൽ ചൊല്ലാം. ഹേ സുദർശനധര പ്രഭോ, ഹേ സുദർശന ചക്രം ധരിച്ചിരിക്കപ്പെട്ട ഭഗവാനെ, സുദർശനാഖ്യ അസ്മി നനു, എന്നോട് പേര് സുദർശനൻ എന്നാക്കും. അപ്പടിയുള്ളൊരു വിദ്യാധരനാക്കും. വിദ്യാധരൻ എന്ന് ഞാൻ ആ ഭഗവാനോട് പാട്ടുകളെല്ലാം നിറയെ പാടിന്ന് നടക്കപ്പെട്ട വാളെയൊക്കെ വിദ്യാധരൻ ചൊല്ലുക. ക്വചിത് മുനീൻ ഉപഹാസം തേ മാം ഇഹ വാഹസംയതുഹു. ഒരിക്ക അങ്കിരസ് മഹർഷി വല്ലരും പടി പോയിരുന്നാ ഞാൻ അവളെ കേലി പണിന്, പരിഹാസം പണിന്. അപ്പോൾ അവർക്ക് നീ ഒരു പെരുമ്പാമ്പാ പോട്ടും അപ്പടിന്ന് ഇത് കൊടുത്തുവിട്ട, ശാപം കൊടുത്തുവിട്ട. ഭവത് പദസ്പർശ പദസമർപ്പണാത്. അപ്പോൾ അവളുടെ ശാപമോക്ഷം വേണം കേട്ടപ്പോൾ വാചന, എപ്പോ ഭഗവാൻ കൃഷ്ണൻ കാലാല തൊടുവരോ അമലതാം ഗതഹ അസ്മി, അപ്പൊ നീ നിർമ്മലനാ മാറിയിടുക, എന്നോട് പാപമെല്ലാം പോയിടും. ഇതി അസൗ സ്തുവൻ, ഇപ്പിടി സ്തുതിച്ച് നിജപദം യയൗ, அந்த വിദ്യാധരൻ തന്നോട് സ്ഥാനത്തുക്ക്, വിദ്യാധര സ്ഥാനത്തുക്ക് തിരുമ്പി പോയിട്ടാണ്. ഗോപഹ മുദാ വചപദം ച, ഗോപന്മാർക്കെല്ലാം ரொம்ப സന്തോഷമായി അവെല്ലാം തിരുപ്പി വ്രജത്തുക്ക് വരവും ചെയ്തു. ഹരേ കൃഷ്ണ.